ജോഹോ സിയാർത്തിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽദേവ് അനിൽകുമാർ. ഈ ഒരു സെക്ഷനിലൂടെ ജോഹോ സിയാർത്തിൻ്റെ ബ്രാൻഡ് ന്യൂ യു ഐനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ മുൻപത്തെ ഒരു യു ഐയുടെ ഒരു അല്ലെങ്കിൽ ടോപ്പ് ടാബിലെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് റിനെയിം ചെയ്യുക. ഞാനിവിടെ ഫിനാൻസ് എന്നാക്കുകയാണ്. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ഓൾ റൈറ്റ്. നൗ ഞാനിത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഹോ എക്സ്പെൻസിനെ ഞാൻ എന്താ ഫിനാൻസിൻ്റെ അണ്ടറിലേക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ അത് ഫിനാൻസിൻ്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസും എനിക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനതിലെടുത്തു. അല്ലെങ്കിൽ സിംപിളി ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫിനാൻസ് മൊഡ്യൂൾ എടുക്കൂ, മൂവ് ചെയ്യുന്നു. മൂവ് ടു ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, എടുക്കുന്നു, ഞാൻ ഫിനാൻസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഞാൻ മൂവ് ചെയ്യുന്നു. വൺസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇല്ലെങ്കിൽ വേണ്ടാത്ത അൺനെസസറി ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറേ കൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും. ഓക്കെ, എല്ലാം കൂടി ഒരൊറ്റ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നതിന് പകരം ഓർഗനൈസ്ഡ് ആക്കി മാനേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇനി നെക്സ്റ്റ് ഏരിയ വരുന്നത് ഈ ഒരു പ്ലസ് ബട്ടൺ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മാനേജ് മൊഡ്യൂൾസ്. ഇവിടെ ഒരു ന്യൂ ഓർഗനൈസേഷൻ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല ഒരു ടീമിന് വേണ്ടിയിട്ടൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അത്
മൈ കാസ് എന്ന് ഞാൻ ഇടാൻ പോണ മൊഡ്യൂളിൻ്റെ പേര്. ഓക്കെ, നൗ സ്ക്രോളിംഗ് ഡൗൺ, സി നമ്മുടെ മൊഡ്യൂൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാർ ഡാറ്റാബേസ്. ചെക്കിംഗ് ഓൺ ദാറ്റ്, ഇതാണ് നമ്മുടെ ഡാറ്റാബേസ്. ഇനി ഇവിടെ ഒരു കാർ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ലെറ്റ്സ് ചെക്ക് ആ പറഞ്ഞ ഫീൽഡെല്ലാം ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. ക്രിയേറ്റ് കാർ, ദേയുകോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു UI-ൽ നമുക്ക് എല്ലാ ഫീൽഡ്സും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. കാറിൻ്റെ പേര് കൊടുക്കാനുള്ള ഏരിയ, മൈലേജ്, കിലോമീറ്റർ, ഈവൻ കാറിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഏരിയ വരെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വെണ്ടറിൻ്റെ ഒരു ലുക്കപ്പ്. സി ഹൗ ഈസി ഇറ്റ് ഈസ്. ഒരു ഡെവലപ്പറിൻ്റെയോ ഒരു ടെക്നിക്കൽ സൈഡോ ഇല്ലാതെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഒരു മൊഡ്യൂള് ദിയ എന്ന AI മോഡൽ യൂസ് ചെയ്തിട്ട് സോഹോ CRT ക്രിയേറ്റ് ചെയ്തു. ഇറ്റ്സ് ദാറ്റ് ഈസി. യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് മണി, യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം. വളരെ ഈസി ആയിട്ട്, വളരെ സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാം. സോ ദാറ്റ്സ് ദാറ്റ്. നൗ ലെറ്റ്സ് ജമ്പ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ, റിപ്പോർട്ട്സിൻ്റെ ഏരിയ. റിപ്പോർട്ട്സിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ബേസിക് കാര്യം, നമ്മുടെ ഫോൾഡേഴ്സ് ഒക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. നൗ അനലിറ്റിക്സിൻ്റെ ഏരിയ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ഡാഷ്ബോർഡ്സ് ഇവിടെ കാണാൻ പറ്റും. ദൈവോ ഡാഷ്ബോർഡ് കോമ്പണൻസ് ആൻഡ് ഫോൾഡേഴ്സ് ഇത് ഇവിടെ തന്നെയായിരിക്കും. നമ്മുടെ മുൻപ് അനലിറ്റിക്സ് മൊഡ്യൂളിലെ ബാക്കി ആ സെയിം വ്യൂസും ഫീച്ചേഴ്സും തന്നെയാണ്. നത്തിങ് അഡീഷണൽ ആയിട്ടൊന്നുമില്ല. മൈ റിക്വസ്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. വേറൊന്നുമല്ല, ഒരു ലീഡിന് അഗെയിൻസ്റ്റ് നിങ്ങളെ മറ്റൊരു യൂസർ മെൻഷൻ ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് ഒക്കെ അയക്കുകയാണ്, ഒരു മെൻഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഇവിടെ നിന്ന് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലാം ഒന്ന് ട്രാക്ക് ചെയ്യാനുള്ളൊരു ഏരിയ മാത്രമാണിത്. അപ്പോൾ ടു എക്സ്പ്ലോർ ദാറ്റ് ഏരിയ, മാർക്കറ്റ് പ്ലേസ്, യു ഡോണ്ട് ഹാവ് ടു ജമ്പ് ടു ദാറ്റ് ഏരിയ. വേറൊന്നുമല്ല, നമുക്ക് പല ദോഹോടെ അഡീഷണലി ഉള്ള കുറേ എക്സ്റ്റൻഷൻസിൻ്റെ ഒരു മാർക്കറ്റ് ഏരിയ ആണത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ദോഹോ CROയും IVRുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കേസ് വരുമ്പോൾ ഈ ഏരിയയിലായിരിക്കും നമ്മൾ വരിക. പിന്നെ സെർച്ച് ചെയ്യാനുള്ളൊരു സെർച്ച് ടാബ്. നൗ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സിയ. സിയറസ് കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വിത്തൗട്ട് എനി ടെക്നിക്കൽ സൈഡ് ഓർ വിത്തൗട്ട് ഇൻവെസ്റ്റിംഗ് ടു മച്ച് ടൈം ഇൻ ടു ഇംപ്ലിമെൻറ്റിങ് ആൻ ഓട്ടോമേഷൻ, സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ വിത്ത് കണ്ടീഷൻ ഓർ ക്രൈറ്റീരിയ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾ യു ഹാവ് ടു ഡു ഈസ് ഒരു പ്രോപ്പർ പ്രോംപ്റ്റ് സിഐക്ക് പാസ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് നമ്മൾ ചാറ്റ് GPTക്കും ഗൂഗിൾ പാഡിനോ ഗൂഗിൾ ജെമിനയ്ക്കോ ഒക്കെ കൊടുക്കുന്ന പോലെ ഇൻപുട്ട് കൊടുക്കുക. നമുക്ക് വേണ്ട ജോലി സിയ ചെയ്തു തരും. ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. നൗ ജമ്മിങ് ഇൻ ടു ദിസ് ഏരിയ, ദിസ് ഈസ് എ ക്വിക്ക് ആഡ് ബട്ടൺ. ഒരു പെട്ടെന്നൊരു മൊഡ്യൂളിലേക്ക് ഒരു റെക്കോർഡ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബട്ടൺ മാത്രമേ ഇത്. എല്ലാ മൊഡ്യൂൾസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ലീഡ് മൊഡ്യൂളിലേക്ക് ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സിംഗിൾ ക്ലിക്ക് ഇറ്റ് വിൽ റീഡയറക്ട് ടു ലീഡ്സ് മൊഡ്യൂളിൻ്റെ ലേഔട്ട്സ് ആൻഡ് ഫീൽഡ്സിലേക്ക് പോകും. അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് കാലണ്ടർ, യു നോ ദാറ്റ്, ആൻഡ് ദ നോട്ടിഫിക്കേഷൻ സെക്ഷൻ. ദെൻ വി ഹാവ് ദ സെറ്റിംഗ്സ് ടാബ്, ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന പ്രൊഫൈൽ. ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. നിങ്ങൾക്ക് തീം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് ഡേ തീമിലാണുള്ളത്, വിച്ച് ഈസ് നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ വൈറ്റ് കളേർഡാണ് കംപ്ലീറ്റ്. ഞാനത് സ്വിച്ച് ചെയ്ത് ഡാർക്ക് തീമിലേക്ക് അല്ലെങ്കിൽ നൈറ്റ് തീമിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ
സ്വിച്ച് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. സോ അതും എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് സിങ്ക് ആകുന്ന ഒരു കളർ പാലറ്റ് ചൂസ് ചെയ്യുക. ദെൻ ഗോ ഓൺ വിത്ത് ദാറ്റ്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മൊബൈൽ ആപ്പ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൺ വെരി ടോപ്പ് നിങ്ങൾക്ക് ഓൾഡ് വേർഷനിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ളൊരു ബട്ടൺ. സോ ഇത്രയും മാത്രമാണ് നമ്മുടെ ജോഹോ CRFലെ ഏറ്റവും ബ്രാൻഡ് ന്യൂ UI പ്രൊവൈഡ് ചെയ്യുന്നത്. റെസ്റ്റ് ഓഫ് ദ തിങ്സ് എവറിത്തിങ് എല്ലാം സെയിം തന്നെയാണ്. ബട്ട് ബാക്കെൻഡ്സിലോ അല്ലെങ്കിൽ ജനറൽ ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. UIക്കാണ് മെയിൻലി ചേഞ്ചസ് റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. സോ hope you get a clear cut idea on what we have here with our new brand